ഹലോ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് പുതിയ പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെടികളുടെ പ്ലാന്റ് സൈസ് കൂടി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. എങ്കിൽ മാത്രമേ ഇത് ഏതാണ് സൈസ് നമ്മൾ അയച്ചു തരുന്നത്, അതുപോലെ തന്നെ പ്ലാന്റ്സ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതിൽ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ചെടി എന്നത് വോങ്ക ക്രീപ്പറാണ് കേട്ടോ. ഇതൊരു ക്രീപ്പറാണ്. നമുക്ക് പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രേസർ ഐസ്ലാൻഡിൻ്റെ ചെടിയായിട്ട് വളരെ സിമിലറാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. നല്ല ഗോൾഡൻ കളറിലാണ് കേട്ടോ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിക്കുള്ള പൂക്കളാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 70 രൂപയാണ് കേട്ടോ. ഇതുപോലുള്ള ചെടിയാണ് അയച്ചു തരുന്നത്. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. പിങ്ക് കളറിലാണ് കേട്ടോ ഇതിൽ പൂവുണ്ടായി നിൽക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഈ ബ്ലാക്ക് ലോക്കസ്റ്റ്. നമ്മുടെ കയ്യിൽ പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസാണ് അയച്ചു തരുന്നത്. ശരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചിരുന്നത്. ഈ എല്ലാ ചെടികളും തന്നെ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കാം കേട്ടോ. ഇനി ഇത് പെർഗ്രാന്തസിൻ്റെ ഒരു വെറൈറ്റിയാണ്. വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് ബെഡ്ലജയുടെ പൂക്കൾ പോലെ നമുക്ക് തോന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു പ്ലാന്റ് സൈസാണ് നമ്മൾ ചെടികൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ. നല്ല സ്മെല്ലുള്ള ചെടിയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. ഈ കാണിക്കുന്നത് മഡഗാസ്കറിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. ഇത് വളരെയധികം സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ഈ ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ. അതുപോലെയുള്ള വെള്ള കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഈ ഒരു പ്ലാന്റ് സൈസാണ് ചെടികൾക്ക് ഉണ്ടാക്കിയ. റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. ഇനി അടുത്തൊരു സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇത് ക്ലിയോഡെൻഡ്രം ബെൻഗെ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയിലൊരു പിങ്ക് കളറിൽ പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് സൈസാണ് ചെടികൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് പുറത്ത് വെയിലത്തും മഴയത്തും വളർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 90 രൂപയാണ്. പിന്നെ ഇത് നമ്മുടെ യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ. യെല്ലോ ജാസ്മിനും പുതുതായിട്ട് സ്റ്റോക്ക് വന്നതാണ്. പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇത് പുതിയൊരു വെറൈറ്റിയാണ്. ബ്രുബേലിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇനി നമ്മൾ കാണിക്കുന്നത് റോസ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ. ഇതിൽ 4 പ്ലാന്റ്സാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തെ കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. ഇത് മിക്സഡ് കളറാണ് കേട്ടോ വരുന്നത്. ചേഞ്ചിങ് റോസ് ആണ് ഫസ്റ്റ് വൺ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാത്തിലും പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് വെള്ള കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. ഇത് നിറഞ്ഞ പൂക്കളുണ്ടായി നിൽക്കുന്നൊരു റോസാണ് കേട്ടോ. ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് ഉണ്ടായിരിക്കുക. ഈ വെള്ള പൂക്കൾക്ക് വളരെയധികം സ്മെല്ലുള്ള പൂവും കൂടിയാണ് കേട്ടോ ഇത്. ശരിക്കും ഒരു ജാസ്മിൻ വെറൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ടൈപ്പിലുള്ള റോസാണ് കേട്ടോ ഇത്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ്. ഇതുപോലെയുള്ള ഹെൽത്തി പ്ലാന്റ്സ് അയച്ചു തരിക. അതുകൊണ്ടില്ല ഇതുപോലെ വെള്ള കളറിൽ നിറഞ്ഞ് പൂവിട്ടിട്ടുള്ള ചെടിയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നതും. പിന്നെ നമ്മളതിൽ അടുത്തത് ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു റോസ് കളറിൽ നിറഞ്ഞ പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു റോസ വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ മിനിയേച്ചർ വെറൈറ്റീസ് ആണ് കേട്ടോ. ഈ 2 വെറൈറ്റീസും ഇത് ഈ കളറിലാണ് കേട്ടോ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് അയച്ചു തരാം. എല്ലാ പ്ലാന്റ്സിലും ഇതുപോലെ നിറഞ്ഞ പൂക്കളിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരിക. നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതെല്ലാം തന്നെ നമ്മൾ അയച്ചു തരും. ഇതുപോലെ തട്ടായിട്ട് നിറഞ്ഞ് പൂവിട്ടിട്ടുള്ള ചെടികളാണ് കേട്ടോ അയച്ചു തരുന്നതും. പിന്നെ നമ്മൾ 4ാമത് ആഡ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് റെഡ് കളറിൽ പൂക്കളുണ്ടാകുന്നൊരു റോസ് വെറൈറ്റിയാണ്. ഇതിൽ 2 എണ്ണം മിനിയേച്ചർ വെറൈറ്റി, 2ഉം ഓൺ റൂട്ടഡ് ആണ്. ബെഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് അല്ല. പിന്നെ കാണിച്ചിരിക്കുന്ന 2 വെറൈറ്റി ബെഡ് ചെയ്തിട്ടുള്ള റോസാണ്. അപ്പം ടോട്ടൽ 4 വെറൈറ്റിയാണ് നമ്മൾ റോസിൻ്റെ ആഡ് ചെയ്തിരിക്കുന്നത്. റേറ്റ് ഇട്ടിരിക്കുന്നത് 350 രൂപയാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ റോസാപ്പൂ പോലെ തന്നെ സുന്ദരിയായിട്ടുള്ള മറ്റൊരു പ്ലാനാണ്. കമേലിയ ചെടികളാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 4 തരത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ. അതുപോലെ നല്ല വേരുള്ള ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് എല്ലാവർക്കും അയച്ചു തരും കേട്ടോ. പ്ലാന്റ് സൈസ് കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 4 ഷെയ്ഡാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഈ 4 കമേലിയയുടെ പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് ഇട്ടിട്ടുള്ള റേറ്റ് 460 രൂപയാണ്. ഇത് നമ്മൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് കേട്ടോ. 460 രൂപ കമേലിയ പ്ലാന്റ്സിൻ്റെ ഇത് പറയുന്നത്.
ഇതുപോലെയുള്ള 4 കളറുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് നല്ല പ്യുവർ വൈറ്റാണ്, പിന്നെ ഒരു റെഡാണ്, പിന്നെ ഒരു നല്ല ഡാർക്ക് പിങ്ക് കളറും, പിന്നെ ഒരു പിങ്കിലൊരു റെഡ് വേരിയേഷൻ വരുന്നൊരു വെറൈറ്റി. ഇതാണ് നമ്മൾ അയച്ചിരുന്ന പ്ലാന്റ് സൈസാണ് കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ മിനിയേച്ചർ ആന്തൂര്യത്തിൻ്റെ ഒരു കോംബോ ആണ്. 4 ആന്തൂര്യമാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ക്രീം കളർ വരുന്നതും, ഒരു ഡാർക്ക് റെഡ് വരുന്നതും, പിന്നെ ഈ ഒരു ടൈപ്പ് ആന്തൂര്യം, പിന്നെ ഇതുപോലെ ഒരു വെറൈറ്റി ഒരു ആന്തൂര്യം. ഇങ്ങനെ ഒരു 4 ടൈപ്പാണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു പ്ലാന്റ് സൈസ് ആയിരിക്കും ചെടികൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ അയച്ചു തരുന്നത്. ഇതിന് റേറ്റ് ഇട്ടിട്ടുള്ളത് 590 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് പ്ലാൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്.